അതെ, ആരാ നമ്മുടെ ഫോഴ്സിൽ ഈ അന്വേഷണത്തിന് പറ്റിയ ഉദ്യോഗസ്ഥൻ? പെരുമാൾ, കം സർ. കാര്യങ്ങൾ ശരിക്കും മനസ്സിലായോ പെരുമാൾ? മുഴുവൻ മെഡിക്കൽ ടൈപ്സ് അല്ലേ സർ? കുറച്ചൊക്കെ. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് വേണമെങ്കിൽ ഡോക്ടർ ഫരീദ ഹാസനോട് ചോദിച്ചാൽ മതി. ഓക്കെ സർ. സർ, CM-നോട് കാര്യങ്ങൾ പറയുന്നതെന്നാണ് തീരുമാനിച്ചത്. വി ആർ ഓൾറെഡി ലേറ്റ്. അപ്പോഴാ ഡോക്ടർ ജോൺ പറഞ്ഞത് ഒന്നുകൂടി പരിശോധിച്ചിട്ട് പറയാമെന്ന്. അത് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി വാസുദേവൻ സൗകര്യം പോലെ പറഞ്ഞോളൂ. സർ, മിസ്റ്റർ വാസുദേവനെ കൂടാതെ മറ്റാർക്കൊക്കെ ഇതറിയാം? അത് പിന്നെ എനിക്ക്, TGP ശ്രീനിവാസ്, ഡോക്ടർ ജോൺ, ഡോക്ടർ ജയശീലൻ, ഡോക്ടർ ഫരീദ ആൻഡ് ഓഫ് കോഴ്സ് യു. ഐ എം സോറി, ADGP പീറ്റർ സക്കറിയ. എന്താ ചോദിച്ചേ? ഇനി ആരും അറിയരുത്. ഇത്രയും പേര് അറിഞ്ഞതിന് കൂടുതലാ. ദാറ്റ് ഇൻക്ലൂഡ്സ് ദ CM. വാട്ട്? CM-നോട് പറയരുത്. വൈ? കാരണമുണ്ട് സർ. എന്ത് കാരണം പെരുമാൾ? പല കാരണങ്ങളുണ്ട് സർ. അതിൽ ഏറ്റവും പ്രധാനം പാർട്ടി നേതൃത്വവും CM-ഉം തമ്മിലുള്ള രസക്കേട് തന്നെ. പാർട്ടിയും CM-ഉം രസവും രസക്കേടവും തിരക്കാൻ ആരും നിൽക്കണ്ട. പീറ്റർ, പ്ലീസ് യു മേ കണ്ടിന്യൂ. ടു ബി ഫ്രാങ്ക്, വധശ്രമമാണ് നടന്നിരിക്കുന്നത്. CM-നോടൊപ്പം മീഡിയ അറിയും. അവരെ ഒഴിവാക്കാൻ പറ്റില്ല. ഏതെങ്കിലും ബ്രീഫിംഗിനിടയ്ക്ക് ഏതെങ്കിലും ഒരു പത്രക്കാരൻ വധശ്രമത്തിന് പിന്നിൽ ആരാണെന്ന് CM-നോട് ചോദിച്ചാൽ എന്റെ ശത്രുക്കൾ ആരാണെന്ന് ഞാൻ തന്നെ പറയണോ എന്ന് അദ്ദേഹം തമാശക്കെങ്കിലും ഒരു മറുചോദ്യം ചോദിക്കും. ക്ഷമിക്കണം സർ. അദ്ദേഹം അങ്ങനെ ഉദ്ദേശിച്ചില്ലെങ്കിൽ കൂടിയും മീഡിയ അങ്ങനെ കളർ കൊടുക്കാൻ ശ്രമിക്കും. പിന്നെ ഈ നാട്ടിലൊഴുകുന്നത് ചോരപ്പുഴയായിരിക്കും. പാർട്ടി പ്രവർത്തകർ ചേരി തിരിഞ്ഞ് തെരുവുയുദ്ധം നടത്തും. തുടർന്നുണ്ടാവുന്ന ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യാൻ ഇവിടുത്തെ ഒരു പോലീസിനും കഴിയില്ല സർ. അതുകൊണ്ട് പറയരുത് സർ. ഇനി ഒരാൾ കൂടി ഇത് അറിയരുത്. ദാറ്റ് ഇൻക്ലൂഡ്സ് CM. CM അറിയോ അറിയാതെ ഇരിക്കുകയോ ചെയ്യട്ടെ, പക്ഷെ പാർട്ടി അറിയാതിരിക്കണം പ്രശ്നമില്ല. പാർട്ടി അറിയരുത് സർ. ദ ലീസ്റ്റ് നോസ് ഇറ്റ്, ദ ലെസ് ഡേഞ്ചറസ് ഇറ്റ് ഈസ്. എന്തോന്നാ? പാർട്ടി അറിയരുത്. ദ ലീസ്റ്റ് നോസ് ഇറ്റ്, ദ ലെസ് ഡേഞ്ചറസ് ഇറ്റ് ഈസ്. ഓ, കേട്ടിട്ട് പെരുമാൾ പറഞ്ഞ വളരെ ശരിയാ. വെരി കറക്റ്റ്. ഓ, അത്രയ്ക്ക് കറക്റ്റ് ആണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഡോക്ടർ. വേണ്ട, പാർട്ടിയും അറിയണ്ട. പാർട്ടിയും പാർട്ടിയും. ഈ അന്വേഷണം എവിടെ, എങ്ങനെയാ തുടങ്ങുക? ഇരുട്ടിൽ തപ്പി തുടങ്ങണം സർ. നമ്മൾ തന്നെ ഒരുപാട് ലിമിറ്റേഷൻസും റെസ്ട്രിക്ഷൻസും ഒക്കെ വെച്ചിട്ടില്ലേ. ഒരു സൂചനയില്ലാത്ത സ്ഥിതിക്ക് ഇരുട്ടി തന്നെ തപ്പി തുടങ്ങണം സർ. പട്ടാപ്പകല് തപ്പിയിട്ട് ഇവിടെ ഒന്നും കിട്ടണില്ല, പിന്നെ ഇരുട്ടി തപ്പിയിട്ട് എന്ത് കിട്ടാനാ? എന്തെങ്കിലും പ്രോഗ്രസ് എപ്പോ പ്രതീക്ഷിക്കാം? സാറേ, ഞാൻ ഈ സംഭവം അറിഞ്ഞിട്ട് 3 മണിക്കൂറും 48 മിനിറ്റും ആയിട്ടുള്ളൂ. യു ആർ ആസ്കിംഗ് മീ ടു മച്ച്. ഐ നോ. ടെൻഷനാ പെരുമാൾ. ആദ്യം ഒരു ടെൻഷനേ ഉണ്ടായിരുന്നുള്ളൂ, ചെയ്ത വഴിയും ആളെയും കണ്ടുപിടിക്കുക. ഇപ്പോ ഒരു ടെൻഷനും കൂടെ കൂടി. CM അടക്കം മറ്റാരും അറിയാതെ സൂക്ഷിക്കുക. തീർന്നില്ല സർ, ഒരു ടെൻഷൻ കൂടെ ബാക്കിയുണ്ട്. പെർഹാപ്സ് മോർ ഇമ്പോർട്ടന്റ്. ഇനിയൊരു അറ്റംപ്റ്റ് കൂടി ഉണ്ടാവുമോ? ഇനിയൊരു അറ്റംപ്റ്റോ? ഉണ്ടാവണമെന്ന് നമ്മളാരും ആഗ്രഹിച്ചിട്ടില്ല സർ, പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കണം. വി ഷുഡ് ബി അലർട്ട്. എനിക്ക് ആകെ പേടി ADGP പീറ്ററിയ. വായിട്ടളിക്കുമോ? കേട്ടതൊക്കെ മനസ്സിലിരിക്കണ്ടേ? ഒരു ടെൻഷൻ കൂടെ കൂടിയോ? അയാളെ അവോയ്ഡ് ചെയ്യാമായിരുന്നു. പ്രോട്ടോകോൾ. പിന്നെ അന്വേഷണത്തിന് ഇങ്ങനെ ഒരു രഹസ്യ സ്വഭാവം ഉണ്ടാവുമെന്ന് ഒരിക്കലും ഞാൻ അപ്പോ കരുതിയില്ല. ഇനി ഏതായാലും അയാളെ വിളിക്കുന്ന പ്രശ്നമില്ല. ക്ലിയർ പെരുമാൾ? വിളിക്കാതെ പറ്റില്ല സർ. വിളിച്ചാൽ ശല്യമാവും ശരിയാ, പക്ഷെ വിളിച്ചില്ലെങ്കിൽ അതൊരു ദുരന്തമാവും. കാരണം ADGP അറിയാനുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. അപ്പൊ അദ്ദേഹമായിരിക്കും ഏറ്റവും വലിയ ചോർച്ച. തലവലി தேவையில்லாம பிரச்சனை தீக்க மண்டையில போட்டிருக்கேன். I am a bloody fool. நீ அதை பத்தி பேசி பிரயோஜனமில்லை. அவங்க மேல நாம கொஞ்சம் ஜாக்கிரதா இருக்கணும். ഡിപ്ലോമസി അതാണ് தேவை. പെരുമാൾ അസലായിട്ട് തമിഴ് പറയുന്നുണ്ടല്ലോ. തമിഴ് മട്ടുമാ? വേറെ എന്തൊക്കെ ഭാഷ അറിയാം പെരുമാളിന്? സ്വൽപ്പ കന്നഡ, കൊഞ്ചം തെലുഗു, കൊഞ്ചം തമിഴ്, തോടാ ഹിന്ദി, എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഇംഗ്ലീഷ്, പിന്നെ കുറച്ച് മലയാളം. പെരുമാളിന് എന്തൊക്കെ സപ്പോർട്ടാ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വേണ്ടത്? ഓഫീസ്, സ്റ്റാഫ്, എനിത്തിങ് യു ക്യാൻ ഡിമാൻഡ്. സർ, നോ ഓഫീസ്, നോ സ്റ്റാഫ്. ഞാൻ എവിടെയുണ്ടോ അതാണ് എന്റെ ഓഫീസ്. ഇപ്പോ ഇതാണ് എന്റെ ഓഫീസ്. വാഹനത്തിലാണെങ്കിൽ വാഹനത്തിൽ, റോഡിലാണെങ്കിൽ റോഡിൽ, ക്വാർട്ടേഴ്സിലാണെങ്കിൽ ക്വാർട്ടേഴ്സിൽ. എനിക്ക് ആരെ കൊണ്ടെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അവരുള്ള സ്ഥലത്ത് അവരെ പോയി കണ്ടോളാം.
അത്യന്തം രഹസ്യ സ്വഭാവമുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അഹങ്കാരമായിട്ട് തെറ്റിദ്ധരിക്കരുത്. ഏയ് പിന്നെ എനിക്ക് എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളെ വിളിക്കുകയോ ബുദ്ധിമുട്ടിക്കുകയോ ഉപദേശം ചോദിക്കുകയോ ചെയ്യുള്ളൂ. We do understand you, Perumal. സഖാവെ, വളരെ ഗൗരവപരമായ വിഷയമായതുകൊണ്ടാണ് സഖാവിനെ നേരിൽ കാണണമെന്ന് പറഞ്ഞത്. എന്താണെങ്കിലും പറഞ്ഞോളൂ. ഇവിടെ ഒരു ഗവൺമെന്റും കുറെ മന്ത്രിമാരുണ്ടെങ്കിലും എല്ലാം പാർട്ടിയുടെ നിയന്ത്രണത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പൊ ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും തീരുമാനങ്ങളും പാർട്ടി അറിയരുതെന്ന് ചിലർക്ക് വല്ലാത്ത നിർബന്ധമുണ്ട്. 1-ാം തീയതി ശമ്പളം വാങ്ങുന്നതിൽ കവിഞ്ഞ് മറ്റൊരു കാര്യത്തിലും താല്പര്യമില്ലാത്ത ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവർ തന്നെയാണ് ഇതിന്റെ പിന്നിൽ. സഖാവ് കുറച്ചുകൂടി ഒന്ന് കണ്ണു തുറന്നിരിക്കണം. പരിസരങ്ങളെല്ലാം വളരെ ശ്രദ്ധിക്കണം. എന്നാ ആയിക്കോട്ടെ. താനെന്ത് കേട്ട് വെക്കോടോ, വന്ന് വണ്ടിയിടോ. മുഖ്യമന്ത്രി ആശുപത്രി വിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ അപകടനില പൂർണ്ണമായും തരണം ചെയ്തുവെന്ന് മുഖ്യമന്ത്രിയെ പരിശോധിച്ച ഡോക്ടർമാരുടെ സംഘം അറിയിച്ചു. ആസന്നമായ TV എറിഞ്ഞ് പൊട്ടിക്കല്ലേ, ഉറുപ്പിക 1.5 ലക്ഷം പോകും. കേളവൻ രക്ഷപ്പെട്ടത് കേട്ടിട്ട് സഹിക്കുന്നില്ല കണ്ണാ. ഓ, ഇയാളെ കെട്ടിയെടുക്കാനല്ലേ നമ്മൾ ഒരുത്തന് 1.5 കോടി രൂപ അഡ്വാൻസ് കൊടുത്തേ. അപ്പൊ ആ കാശും വെള്ളത്തിൽ പോയോ? കിളവൻ സത്യപ്രതിജ്ഞ ചെയ്ത അന്ന് തുടങ്ങിയതാ നമ്മുടെ കഷ്ടകാലം. രൂപ എത്ര പോയടാ നമ്മുടെയൊക്കെ ഈ കിളവൻ കാരണം. നമ്മുടെയൊക്കെ ജീവിതം കട്ടപ്പുറത്താക്കിയില്ലേ. എന്റെ ഇവന്റെ നിന്റെയൊക്കെ ലൈഫ് ഈ മനുഷ്യൻ കാരണം നശിച്ചില്ലേ. ഇതൊക്കെ അനുഭവിക്കാൻ മാത്രം നമ്മൾ എന്ത് പാപമാടാ ചെയ്തേ. ഈ ഞാൻ എന്താ ചെയ്തേ? വിക്കണ കള്ളിൽ രുചിയും വീര്യവും കൂട്ടാൻ ഇത്തിരി എന്തോ ചേർത്തു. അത് കഴിച്ച് ചിലരുടെ പീസ് പോയി. അത് സത്യം. പോകാനുള്ളവര് പോകും. ഈ തൊഴിൽ കൊണ്ട് എത്ര പേർക്കാ തൊഴിൽ കിട്ടിയേ? എത്ര കുടുംബങ്ങളാ ജീവിക്കുന്നേ? അതൊന്നും ചിന്തിക്കുന്നില്ല ഈ ജന്തുക്കള്. കാട്ടി ചുമ്മാ കിടക്കണ തടി ഇവൻ മുറിച്ച് വിറ്റത് പാപമാണോ? അങ്ങ് താഴെ പുഴ കിടക്കണ മണ്ണ് ഇത്തിരി തോണ്ടി ഇവൻ വിറ്റത് പാപമാണോ? നീ ഇത്തിരി സിക്കിമും ഭൂട്ടാനും വിറ്റാൽ കിഴവൻ എന്ത് ചെയ്തും? ടാക്സ് കിട്ടുന്നില്ലേ കോടികള്? മണല്, മരം, ലോട്ടറിന്ന് കേട്ടാ മതി കിളവൻ തുള്ളും. മാരിയമ്മൻ തുള്ളുന്ന പോലെ. കിളവനെ തട്ടാവെന്നും പറഞ്ഞ് കാശും വാങ്ങിപ്പോയൻ ഒരു പുണ്ണാക്കൊട്ടും ചെയ്തില്ല. വന്ന അറ്റാക്കിലെങ്കിലും പീസ് പോകുമെന്ന് വിചാരിച്ചു. അതും നടന്നില്ല. നിങ്ങൾ എന്നെ ഒരു ജോലി ഏൽപ്പിച്ചു. ഞാൻ നന്നായി ശ്രമിച്ചു. എന്നിട്ടും തോറ്റു. എന്റെ ആദ്യത്തെ തോൽവി. ഈ CM-ന് ഒരുപാട് ആയുസുണ്ട്. അല്ലെങ്കിൽ ഭാഗ്യം. എന്നെ ഏൽപ്പിച്ച അഡ്വാൻസ് മുഴുവനുണ്ട്. എണ്ണി നോക്കി. CM-ന് പെട്ടെന്ന് അറ്റാക്ക് വന്നതാണോ എല്ലാം പാളിപ്പോയത്? അറ്റാക്കിൽ കിളവൻ ചത്താലും തന്ന അഡ്വാൻസ് ഞങ്ങൾ മടക്കി വാങ്ങില്ല. ഞങ്ങളുടെ ഒരു സന്തോഷമായി വെച്ചോളാൻ പറയും. അറ്റാക്ക് വന്നതല്ല, വരുത്തിയതാ. വരുത്തിയതോ? അറ്റാക്കിനൊരു കാരണം ഉണ്ടാവുമല്ലോ. അത് ഞാനായിരുന്നു. നമ്മുടെ കോൺട്രാക്റ്റിൽ CM മരിക്കണം, അത്രയുള്ളൂ. അതെങ്ങനെയെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കും, അല്ലേ? വന്ന അറ്റാക്ക് അവസാന ശ്വാസം വരെ എത്തിച്ചു. എന്നിട്ടും എങ്ങനെയാ താൻ അറ്റാക്ക് വരുത്തിയേ? That's not the pain in your ass. സർ പ്ലീസ് കൂൾ. No. ഉവ്വ്, മനസ്സിലായി സർ. ചെയ്യാം, അതുപോലെ തന്നെ ചെയ്യാം. ശരി സർ. നിങ്ങളുടെ ഊരോ പേരോ ഒന്നും ഞങ്ങൾക്കറിയില്ല. ആര് വഴിയോ പരിചയപ്പെട്ടു, നിങ്ങളെ ഒരു ജോലി ഏൽപ്പിച്ചു, നിങ്ങൾ അതിൽ തോറ്റു. ഈ അഡ്വാൻസും കൊണ്ട് നിങ്ങൾ മുങ്ങിയാലും നിങ്ങളെ കണ്ടെത്താൻ എനിക്ക് കഴിയില്ല. എന്നിട്ടും ഈ പണവുമായി നിങ്ങൾ എന്നെ തേടി വന്നു. യു ആർ എ ജെന്റിൽമാൻ. കോൺട്രാക്ട് അവസാനിച്ചിട്ടില്ല, ഇപ്പോഴും അത് നിലനിൽക്കുന്നു, ഇല്ലേ? CM-ന്റെ മരണം ഞങ്ങൾക്ക് അനിവാര്യമാണ്. അടുത്തതിൽ ആള് തീരണം.
തന്റെ